തകർന്നടിഞ്ഞ് വട്ടംകുളം നെല്ലിശ്ശേരി റോഡ്. മഴ ശക്തമായതോടെ റോഡിന്റെ പല ഭാഗങ്ങളും പൂർണ്ണമായും തകർന്ന നിലയിലാണ്. മഴയൊന്ന് ശക്തി പ്രാപിച്ചതോടെ എടപ്പാളിലെയും പ്രദേശത്തെയും നിരവധി റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞു. നെല്ലിശ്ശേരി വട്ടംകുളം റോഡ് പൂർണ്ണമായും തകർന്നു. ഗ്രാമപഞ്ചായത്തിലെത്താനും കുഴികളേറെ താണ്ടണം. പ്രദേശത്ത് മഴ ശക്തമായതോടെ റോഡിന്റെ പല ഭാഗങ്ങളും പൂർണ്ണമായും തകർന്ന നിലയിലാണ്. അധികാരികളുടെ മൂക്കിന് തുമ്പിലുള്ള റോഡായിട്ടും നന്നാക്കാൻ കഴിയില്ലേ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ഓരോരോ ദിവസവും ഈ റോഡ് വളരെ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം എത്ര കുട്ടികളും സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ, പഞ്ചായത്തിലേക്ക് വരുന്ന എല്ലാ മെമ്പർമാരും, പ്രസിഡന്റ്, സെക്രട്ടറി എല്ലാവരും പോകുന്ന റോഡാണ് ഈ കാണുന്നത്. ഓരോ ദിവസവും എല്ലാവരും കാണുന്ന റോഡ്, പോകുന്ന റോഡ്, ഈ പഞ്ചായത്തിലേക്ക് പോകുന്ന വഴിയുടെ അവസ്ഥയാണ് ഈ കാണുന്നത്. കണക്കിനാണെങ്കിൽ ബാക്കിയുള്ള റോഡിൻ്റെ അവസ്ഥ എന്തായിരിക്കും നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. സ്കൂളിൽ പോകുന്ന കുട്ടികൾ നേരം പോലെ പോകാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അത്ര പ്രയാസമാണ് റോഡാണ്. അപ്പോൾ ഒന്ന് അങ്ങോട്ട് നോക്കിയാൽ കാണാൻ കഴിയും, ഒരു വണ്ടി പോയാൽ അടുത്ത വണ്ടി ആ വീട്ടുകാർക്ക് പ്രയാസം. ഈ ഒരു വണ്ടി പോയാൽ ആ വീട്ടിൻ്റെ ഫ്രണ്ടിൽ അടുക്കള ഡൈനിങ്ങൾക്ക് വെള്ളം വരും. അത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മുസ്തഫാൻ്റെ കൂടെയാണ് ആ കാണുന്നത്. ഇവർ നല്ലൊരു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ അടുക്കളയിലാണ് വെള്ളം. ഇത് പണ്ടാരോ പറഞ്ഞ പോലെ വീട്ടിലേക്ക് അകത്തേക്ക് കാല് വെള്ളം കഴുകി കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം നിർത്തിയ പോലെയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. അത്ര വളരെ മോശമാണ്. എത്രയും പെട്ടെന്ന് ഈ റോഡെങ്കിലും വളരെ കൃത്യമായി തന്നെ കുട്ടികളൊക്കെ എല്ലാം കൂടെ സ്കൂളിലേക്ക് പോകാനും പറ്റുമെന്ന് ഒന്ന് നന്നാക്കി തന്നെ വളരെ നന്നായിരുന്നു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ പ്രതിപക്ഷം സമരങ്ങളുമായി മുന്നോട്ടു പോകാൻ ഒരുങ്ങിയിരിക്കുകയാണ്. അതേസമയം പുതിയ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയെങ്കിലും ടെൻഡർ നടപടിയിലേക്ക് കടക്കും മുന്നേ ജില്ലയിൽ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതോടെ മഴയ്ക്ക് മുന്നേ നടപടികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെന്നാണ് ഭരണപക്ഷം പറയുന്നത്. പഞ്ചായത്തിൽ നിലവിൽ ജൽജീവൻ പദ്ധതികളുടെ പേരിൽ പൊളിച്ച റോഡുകൾ നേരെയാക്കാത്തതിൽ ജനകീയ രോഷം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് മഴ ശക്തി പ്രാപിച്ചത്. ഇതോടെ നിരവധി റോഡുകളാണ് ഭാഗികമായ ഗതാഗത സംവിധാനത്തിലേക്ക് മാറിയത്. NCV ന്യൂസ് എടപ്പാൾ. 1000 വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി സിൽക്സ്. എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി, പെരിന്തൽമണ്ണ.